തിരുവമ്പാടി വിഭാഗം ഇപ്രാവശ്യം അമിട്ടുകളിൽ കഴിഞ്ഞ വർഷത്തെ മാതിരി തന്നെ പുതുമയുള്ള അമിട്ടുകൾ ഈ വർഷവും അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് വെടിക്കെട്ടിൻ്റെ ഫിനിഷിംഗ് ആയാലും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ടുള്ള കാര്യങ്ങളായാലും അതൊക്കെ വളരെ വ്യത്യസ്തതയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് കാതിനും കണ്ണിനും ഇമ്പമേകുന്ന തരത്തിലുള്ള ഒരു വെടിക്കെട്ട് തന്നെയാണ് നമ്മളിവിടെ അണിയറയിൽ ഒരുക്കുന്നത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ പണികൾ ഏകദേശം കുഴികുത്ത് മറ്റുള്ള വർക്കുകളൊക്കെ ആരംഭിച്ച് ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിനുള്ള നമ്മൾ ഗ്രൗണ്ടിൽ പൊട്ടിക്കാനുള്ള കുഴികളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വെടിക്കെട്ടിൻ്റെ ആശങ്കകളൊക്കെ മാറി വളരെ നല്ലൊരു അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഈ വർഷത്തെ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി നടത്താൻ ജില്ലാ ഭരണകൂടത്തിനോടും തൃശ്ശൂരിലെ മന്ത്രിമാരായ രാജൻ മിനിസ്റ്റർ, ബിന്ദു മിനിസ്റ്റർ എന്നിവരോടും ജില്ലാ ഭരണകൂടത്തിനോടും പോലീസിനോടും മറ്റു വകുപ്പുകളോടും കൂടി അതിൻ്റെ ഏകോപനം നടത്തി വളരെ ഭംഗിയായി ഇതുവരെയുള്ള എല്ലാ മീറ്റിങ്ങുകളിലും പൂരം എങ്ങനെയാണ് ഭംഗിയായി നടത്തേണ്ടത്, അതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ അവർ നിർദ്ദേശിച്ച പോലെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2025 തൃശ്ശൂർ പൂരം ഒരു വ്യത്യസ്തത എന്താ വെച്ചാൽ വെടിക്കെട്ടിന് കഴിഞ്ഞ പ്രാവശ്യം സ്വരാജ് റൗണ്ടിൽ ആളുകളെ നിർത്തുന്നതിന് സംബന്ധിച്ച വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം ഫയർ ലൈൻ തിരുവമ്പാടി വിഭാഗം കുറച്ച് ഉള്ളിലേക്ക് വലിച്ച് ആളുകൾക്ക് റൗണ്ടിൽ കൂടുതൽ സ്ഥലത്ത് ആളുകളെ നിർത്തി 100 മീറ്റർ അകലം പാലിച്ച് അത് കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പാറമേക്കാവ് വിഭാഗവും റൗണ്ടിൽ നിന്ന് അവരുടെ ഫയർ ലൈൻ കുറച്ച് മുകളിലേക്ക് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് കുറേ പേർക്ക് വെടിക്കെട്ട് ആസ്വദിക്കാൻ സാധിക്കും. ഇപ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് ഇത് കഴിഞ്ഞ കൊല്ലത്തെമാതിരി തന്നെ വളരെ വിവിധങ്ങളായ പുതുമയുള്ള അമിട്ടുകൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ തലേ ദിവസമാണ് അത് പുറത്തു വിടുള്ളൂ. അതെല്ലാ കൊല്ലം അങ്ങനെയാണ്. നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടിനെക്കാട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വെടിക്കെട്ടാണ്. അതെന്താ വെച്ചാൽ ഒരു സോങ് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുക, അതിൻ്റെ ആ ഋതവും അതിൻ്റെ ഭംഗിയും കളർഫുള്ളായിട്ട് ശബ്ദവും കളറും കൂടി അത് സമന്വയിപ്പിച്ച് അത് ഒരു ആകാശത്തൊരു വർണ്ണവിസ്മയം തീർക്കുക, അത് ശബ്ദത്തോടുകൂടി വർണ്ണങ്ങളോടുകൂടി തീർക്കുക എന്നുള്ളൊരു ആ രീതിയിലാണ് ഒരു സോങ് എങ്ങനെ കമ്പോസ് ചെയ്യും, അതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അത് മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു വെടിക്കെട്ടാണ് തൃശ്ശൂരിൽ ഒരുക്കുക. അതിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. തിരുവമ്പാടി വിഭാഗം ഇപ്രാവശ്യം അമിട്ടുകളിൽ കഴിഞ്ഞ വർഷത്തെ മാതിരി തന്നെ പുതുമയുള്ള അമിട്ടുകൾ ഈ വർഷവും അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് വെടിക്കെട്ടിൻ്റെ ഫിനിഷിംഗ് ആയാലും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ടുള്ള കാര്യങ്ങളായാലും അതൊക്കെ വളരെ വ്യത്യസ്തതയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് കാതിനും കണ്ണിനും ഇമ്പമേകുന്ന തരത്തിലുള്ള ഒരു വെടിക്കെട്ട് തന്നെയാണ് നമ്മളിവിടെ അണിയറയിൽ ഒരുക്കുന്നത്. അത് ആസ്വദിക്കാൻ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടം അത് ആസ്വദിക്കാനുള്ള ജനങ്ങൾക്കത് കാണാനുള്ള സൗകര്യം കൂടി ഒരുക്കിയതുകൊണ്ട് ഇപ്രാവശ്യത്തെ പൂരം വളരെ ഭംഗിയാവും. ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരം യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച ദേശീയോത്സവമായി ആഘോഷിക്കുന്ന തൃശ്ശൂർ പൂരത്തിന് നാനാഭാഗത്തു നിന്ന് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 15-16 ലക്ഷം ആളുകളാണ്, ഇപ്രാവശ്യം 20 ലക്ഷം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാ സർവേകളിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാട്ടും 4 ഇരട്ടി ജനങ്ങൾ ഇപ്രാവശ്യം തൃശ്ശൂരിലെത്തും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് നടത്തും. ഞാൻ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, വെടിക്കെട്ടിൻ്റെ കൺവീനറും കൂടിയാണ്. വെടിക്കെട്ട് മുണ്ടത്തിക്കോട് സതീഷാണ് ഞങ്ങളുടെ ലൈസൻസി. വെടിക്കെട്ട് ലൈസൻസി സതീഷാണെങ്കിലും ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത്. എനിക്ക് 30-35 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെടിക്കെട്ടിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യണതൊക്കെ നമ്മുടെ ഐഡിയയിലാണ്. അത് ഒരുക്കുന്നത്, അത് നിർമ്മിക്കുന്നത് ലൈസൻസിയാണ്.